പഠനത്തോടൊപ്പം ആടുകളെയും കന്നുകാലികളെയും മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കുന്ന ഒരു കുട്ടി കർഷകനുണ്ട് കൊടിഞ്ഞിയിൽ. തിരുത്തിയിലെ +2 വിദ്യാർത്ഥിയായ ഫൈസാന് പഠനം പോലെ തന്നെ ഏറെ പ്രിയങ്കരമാണ് ആടുകളെയും. തന്റെ അരുമ വളർത്തുമൃഗങ്ങളെ പരിപാലിച്ച ശേഷമാണ് ഫൈസാൻ എന്നും സ്കൂളിലേക്ക് പോകുന്നത്. കർഷക കുടുംബത്തിൽ ജനിച്ച ഫൈസാൻ ചെറുപ്പം മുതൽ കന്നുകാലി പരിചരണത്തിൽ താല്പര്യം കാണിച്ചിരുന്നു. പിതാവ് അബ്ദുസമദ് പ്രവാസിയും ഉമ്മ ഷെരീഫ ക്ഷീര കർഷകയുമാണ്. കൊടിഞ്ഞിയിൽ നിന്ന് പ്രകാശ് പോക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ചിങ്ങം 1 ഇന്ന് മലയാളികൾക്കിന്ന് കർഷക ദിനമാണ്. നമ്മുടെ കേരളത്തിൽ മലയാളികൾ ഇന്ന് കർഷക ദിനം വിവിധ സ്ഥലങ്ങളിൽ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിന്ന് പരിചയപ്പെടാവുന്നത് നമ്മുടെ കൊടിഞ്ഞി തിരുത്തിയിലൊരു കുട്ടി കർഷകനുണ്ട്. അതായത് സ്കൂളിൽ +2 പഠിക്കുന്ന ഒരു ഫൈസാൻ എന്നൊരു വിദ്യാർത്ഥിയാണ്. അവനിപ്പോൾ ആടുകളെ വളർത്തി ഏകദേശം ഒരു 5 വർഷത്തിനടുത്ത് ആടുകളെ വളർത്തി നാട്ടുകാരുടെ എല്ലാം ശ്രദ്ധ നേടുന്നുണ്ട്. ഒരു യുവ കർഷകനും കൂടിയാണ് ഇവന്. നമുക്ക് പരിചയപ്പെടാം ഫൈസാൻ എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്? എങ്ങനെയായിരുന്നു ഒരു കർഷക ഈ ആടിലേക്കും പിന്നെ അതുപോലെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു? ചെറുപ്പം തൊട്ടേ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ ഉമ്മാക്ക് ഫാമും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഉമ്മയോട് കുറേ മുന്നേ പറല് തുടങ്ങിയിരിക്കുന്നത് ആട് വേണം അങ്ങനെ ഉമ്മ 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ ക്വാറൻറ്റൈൻ്റെ സമയത്താണ് പറഞ്ഞത്. പിന്നെ ക്വാറൻറ്റൈൻ കഴിഞ്ഞപ്പോൾ ഉമ്മ ആടിനെ വാങ്ങി തന്നു. ഉപ്പ ഒരു 5000 രൂപ അയച്ചു. പിന്നെ മൂത്തമ്മ ഒരു 5000 രൂപ, കാക്കൊരു 5000 രൂപ, അങ്ങനെ എല്ലാം കൂടി ഒരു 15000 രൂപക്ക് ആട് വാങ്ങി, കൂട് വാങ്ങി. അങ്ങനെ 2 ആട് വെച്ച് തുടങ്ങി. പിന്നെ അതൊരു ഫാമിലേക്ക് മാറി. ഏകദേശം 10-15 ആടുകളാക്കി മാറ്റി. ഇപ്പോൾ എങ്ങനെ ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ എങ്ങനെയാണ്? ചെറുപ്പം തൊട്ടേ ഈ പശുക്കളും ആടുക്കളും കാർഷിക രംഗത്തേക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എങ്ങനെയായിരിക്കും? വലിയ രീതിയിലേക്കൊരു നമ്മൾ വലിയ രീതിയിലേക്ക് മാറ്റും. ഇനിയും ആടുകൾ തോനെ വരും. ഇപ്പോൾ കുറച്ചതാണ്, ഇപ്പോൾ സ്കൂളൊക്കെ ആയതുകൊണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഭക്ഷണ രീതി ഇതൊക്കെ എങ്ങനെയാണ് ഈ നിയന്ത്രിക്കുന്നത്? സ്കൂളിൽ പോയി വരുന്നത് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുപോകണ്ടേ? പഠനം എല്ലാം കൂടെ അതെങ്ങനെയാണ് നടന്നു പോകുന്നത്? അത് രാവിലെ നേരത്തെ എണീക്കും. 6 മണിയാകുമ്പോഴത്തേന് എണീച്ചിട്ട് വില ഭക്ഷണം കാര്യങ്ങളൊക്കെ 1 മണിക്കൂർ പുറത്തിട്ട് വിട്ടിട്ട് ഇപ്പോൾ പുല്ല് തേടാൻ വിടും. അങ്ങനെ അവർ തേടി വരും. പിന്നെ നമ്മൾ പശുക്കളെ പണി നോക്കും. നല്ല കഴിഞ്ഞ് വരുമ്പോഴത്തേനും വലിയ വെള്ളം ഇറക്കും. പിന്നെ വെള്ളം കാട്ടും. പിന്നെ വൈകുന്നേരം 4:30ക്കാണ് സ്കൂൾ വിടുക. 5:30 5:45 ഇവിടെ വരും. വീണ്ടും പുറത്തോട്ട് ഇറക്കും. 1 മണിക്കൂർ വീണ്ടും പുറത്ത് വിട്ടിട്ട് അവർ പുല്ലൊക്കെ തേടി വെള്ളം ഇറങ്ങി വരുമ്പോൾ നമ്മൾ വെള്ളം കാട്ടും. നിങ്ങൾക്ക് പഠനമൊക്കെ രാത്രി എങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ നടക്കും? പഠനം രാത്രി നടക്കും. മറ്റുള്ള കുട്ടികളെ പോലെ കളിക്കാനൊന്നും പോകാതെ ഇതിലേക്ക് തന്നെ കർഷകരെ കളിക്കാൻ നമ്മൾ ഈ പണി കഴിഞ്ഞാൽ നമ്മൾ കളിക്കാൻ പോകും. ഏകദേശം ഒരു 5:30 സ്കൂൾ ഉള്ള ടൈമിൽ കളിക്കാൻ പോകില്ല. ലീവുള്ള ദിവസം 5 മണിയാകുമ്പോഴത്തേന് പണി കഴിഞ്ഞ് നമ്മൾ കളിക്കാൻ പോകും. ഇതൊരു വരുമാനമായിട്ട് കാണുന്നുണ്ടോ അതോ നിൻ്റെ ഒരു താല്പര്യമായിട്ടാണോ അപ്പോൾ മാറിയിട്ടുള്ളത്? വരുമാനമായിട്ട് നമ്മളിത് കാണുന്നില്ല. ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇതിനായിട്ട് നടക്കുന്നത്. വരുമാനവും കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ ഒരു സൈഡിലൂടെ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കൃഷി നടത്തുന്നുണ്ടെന്ന് സ്കൂളിൽ അറിയോ? അതോ പിന്നെ ഇവിടുത്തെ നിൻ്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നമ്മളെ കാർഷിക ഇവിടുത്തെ കൃഷി ഓഫീസർ അങ്ങനെ ആരെങ്കിലുമൊക്കെ അറിയുമോ? അങ്ങനെ അതോ സ്കൂളിലെ മാഷ്മാർ അറിയോ? ഇതൊന്നും അറിയാതുള്ളൊരു സംഭവം? അല്ലല്ല, സ്കൂളിൽ അറിയാം. സ്കൂളിൽ എല്ലാവർക്കും അറിയാം. മാഷ്മാർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവിടെ അറിയാമെന്ന് വെച്ചാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ അറിയില്ല. ഈ കാർഷിക ഇത്ര ഒരു ഇതിലേക്കാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ മാഷ്മാരൊക്കെ എങ്ങനെയായിരുന്നു? ഇത് നിനക്ക് ഇത് ഒരു കർഷകനാവാനാണോ അതോ അതിനുപരി മറ്റുള്ള എന്തെങ്കിലും ഒരു പഠനത്തിലേക്ക് മുന്നോട്ട് പോകാൻ എങ്ങനെയായിരുന്നു? അവരെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ്. അവർ പറയും ഇതൊന്നും കൂടി മെച്ചപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ്സിലൊരു സാറുണ്ടായിരുന്നു, അയാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ പറഞ്ഞത് മെടുക്കാനാണ്. നമ്മൾ പിന്നെ ഈ സബ് ജില്ലേൻ്റെ സമയത്ത് നമ്മളൊരു ഇത് പറഞ്ഞു കൊടുത്തിരുന്നു. ഫാമും കാര്യങ്ങളൊക്കെ സ്റ്റീൽ ബോഡി ആയിട്ട് നമുക്ക് സബ് ജില്ലയിൽ കൊണ്ടുപോകാൻ. അങ്ങനെ അവർ കൊണ്ടുവരുന്നു. അങ്ങനെ നടന്നിട്ടുണ്ട് ഈ ഫാമിൻ്റെ കാര്യം. ഇതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് പോകുന്നത്? ഇപ്പോൾ ഇവിടുത്തെ ഒരു വളർത്ത എങ്ങനെയാണ്? ഏതൊക്കെ ഇനം ആടാണ്? എങ്ങനെയാണ് കൂടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു? ഇവിടെ ഉള്ളത് മലബാരി ആടുകളാണ്. കൂടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്? ഇപ്പോൾ വളം വേറെ ആയിട്ട് മാറ്റുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് പോകുന്നത്? എങ്ങനെ വളം വിൽക്കുന്നുണ്ടോ? അങ്ങനെയായിരുന്നു. വളം വിൽക്കുന്നുണ്ട്. ആട്ടുംകാട്ടം നമ്മൾ പൊടിച്ച് വിൽക്കും. അവൻ്റെ മൂത്രം നമ്മൾ ആവശ്യം ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ. പിന്നെ ഇത് നമ്മളിവിടെ ഒരു കമ്പോസ്റ്റിൻ്റെ കുയ്യുണ്ട്, അതിലേക്ക് മാറ്റിയിട്ട് മണ്ണിര പൊടിച്ചിട്ട് നമ്മൾ ചാക്കിലാക്കിയിട്ട് പ്രൈസിന് വിൽക്കും. ഈ ആടിനെ വളർത്തുമ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ കൂടുതൽ എല്ലാതും ആടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു നമുക്ക് മനുഷ്യന് ഒരു ഉപകാരപ്പെടുന്നതാണ്. വളമായാലും എല്ലാ തരത്തിലും പാലായാലും എല്ലാത്തിലും. എങ്ങനെയാണ് അതിൻ്റെ ഒരു മുന്നോട്ട് ഇത് മെച്ചം എങ്ങനെയായിരുന്നു? മെച്ചം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ നമ്മളെ ഇത് നോക്കുക, ആരോഗ്യം. അത് എൻ്റെ കുടുംബത്തിൻ്റെ ആരോഗ്യം, എൻ്റെ ആരോഗ്യവും സമൂഹത്തിൻ്റെ ആരോഗ്യവും
അതിനെ പറ്റി അറിയാം. ഈ ഉമ്മയാണിപ്പോൾ ഉമ്മ ഒരു കർഷകയാണ്, പശുവിനൊക്കെ വളർത്തി ഒരു അറിയപ്പെടുന്ന ഒരു കർഷകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഉമ്മയുടെ ഭാഗത്തു നിന്ന് എങ്ങനെ സപ്പോർട്ട്? ഉമ്മാൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ്, പിന്നെ ഏട്ടൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ്, വാപ്പ അതിലേറെ സപ്പോർട്ടാണ്. വാപ്പക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തതൊക്കെ കൊണ്ടുനടക്കുന്നത്. പിന്നെ നാടായാലും എല്ലാവരും സപ്പോർട്ടാണ്. ഉമ്മാനോട് ചോദിക്കും, ഉമ്മ എങ്ങനെയുണ്ട് മകൻ്റെ ഒരു ഇത്? ഉമ്മാക്ക് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു, മകൻ ഇങ്ങനെ ഇതിലേക്ക് വരുമ്പോൾ മറ്റുള്ള കുട്ടികൾ വ്യത്യസ്തമായിട്ട് ഈ ഇങ്ങനെ ആട് വളർത്തേക്കുന്ന ആരും ശ്രദ്ധിക്കാതെ ഇപ്പോഴത്തെ കുട്ടികൾ മൊബൈലിലേക്കൊക്കെ മാറുന്ന ഒരു സമയത്ത് മകൻ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നു പോകുന്നത്. ഞാൻ നേരത്തെ ഒരു കർഷകയല്ല, എനിക്കിതിനോട് താല്പര്യം ഉണ്ടായിരുന്ന ഒരാളുമല്ല. ഞാനൊരു ഫാഷൻ ഡിസൈനർ ആയിരുന്നു എൻ്റെ പ്രൊഫഷന്. പക്ഷേ ഞാനൊരു പാലിയേറ്റീവ് വളണ്ടിയർ ആയിട്ട് മെഡിക്കൽ കോളേജിൽ ഒരു ക്യാൻസർ രോഗീനെ കണ്ടതിൽ പിന്നെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരാതെ. വലിയൊരു കഥയാണ്. അപ്പോൾ ഞാൻ അന്ന് ഒരു പശുവിനെ വളർത്തി, കുറച്ച് കോഴികളുണ്ടായിരുന്നു, പച്ചക്കറി ഉണ്ടാക്കി. അങ്ങനെ ഇവൻ ജനിച്ച കാലം മുതലേ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മൂത്ത മകനാണെന്നുണ്ടെങ്കിൽ ചെറുതിലെ എൻ്റെ കൂടെ ഉണ്ട് പച്ചക്കറി ഉണ്ടാക്കാൻ. അവന് നേരത്തെ ഒരു താല്പര്യമുണ്ട്. അവൻ്റെ ബാപ്പാൻ്റെ കുടുംബം ഒരു കൃഷി കുടുംബം ആയതുകൊണ്ടായിരിക്കും അവന് ജനിച്ച നാൾ തൊട്ട് ഒരു കൃഷിയോട് താല്പര്യമുണ്ട്. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ അവർക്ക് ആ ഒരു കുടുംബത്തിൻ്റെ പാരമ്പര്യം ചിലപ്പോൾ ഉണ്ടായതായിരിക്കാം. ഞാനിതിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടെ സപ്പോർട്ടീവായി. ഇവൻ ചെറുതാവുമ്പോൾ തന്നെ പറയും കാട് വേണം, ആട് വേണം, ആട് വേണം എന്ന്. അപ്പോൾ അവൻ ചെറുതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. പക്ഷെ അവൻ്റെ ആവശ്യം വളർന്നു വരുന്തോറും കൂടി വന്നപ്പോൾ അവൻ്റെ വാപ്പാനോട് അവൻ പറഞ്ഞു എനിക്കൊരു ആടിനെ വാങ്ങാൻ പൈസ വേണം. ഞങ്ങളത് മൈൻഡ് ചെയ്യാതെ വിട്ടപ്പോൾ വാപ്പ ആടിനെ വാങ്ങാൻ പൈസ അയച്ചു. അപ്പം ഇങ്ങനെ ഞാൻ ഒരു ദിവസം കുടുംബത്തിലൊരു ടോക്ക് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ ഇവൻ ആടിനെ വാങ്ങാൻ വാപ്പ 5000 അയച്ചു എന്ന്. അപ്പം എൻ്റെ ജ്യേഷ്ഠത്തി ഇവനൊരു 5000 വേറെയും കൊടുത്തു. അപ്പോൾ 10000 ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ പോയപ്പോൾ അവിടുന്ന് ഇങ്ങനെ ആടിനെ കണ്ടപ്പോൾ ഇത് രണ്ടും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് 15000 രൂപ വില പറഞ്ഞു. ആ രണ്ടാടിനെ ഞങ്ങൾ വാങ്ങി. ഒരു ചെറിയ കൂട്, ഈ കാണുന്ന കൂട് അവൻ്റെ ജ്യേഷ്ഠം വാങ്ങി കൊടുത്താണ്. അപ്പോൾ അത് കൊണ്ടുവന്ന് ഞങ്ങളെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ച്. അപ്പോൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ ഇവൻ അവിടെ പോകും. എന്നിട്ട് ആടിനെ നോക്കി തീറ്റയും കൊടുത്തിട്ട് ഇവൻ തിരിച്ച് വന്ന് സ്കൂൾക്കും പോകും. കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്കല്ല വരിക, നേരെ ആ വീട്ടിലേക്കാണ് പോവുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ നമ്മളെ വീട്ടിൽ വരുള്ളൂ. അപ്പോൾ ഈ താല്പര്യം കണ്ടപ്പോൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് മാത്രം. കാരണം ഒരു നല്ലൊരു കാര്യമാണല്ലോ. ഞാനും തന്നെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കുക, അത് നമ്മളുണ്ടാക്കുക, അത് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതേ ഒരു എയിമോട് കൂടിയിട്ട് അവൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളതിനെ പരിപൂർണ്ണമായിട്ടും പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ആട് പ്രസവിക്കുമ്പോൾ കുട്ടികളായി. അപ്പോൾ ഒരു കൂടും കൂടി വേണമെന്നായി. അപ്പോൾ അപ്പുറത്തൊരു കൂടും കൂടെ ഞങ്ങൾ വാങ്ങിയിട്ട് കൊടുത്തു. പക്ഷെ അതിലൊന്നും ഒതുങ്ങാതെ 10-14 ആടുകൾ വന്നപ്പോൾ പിന്നെ അവൻ്റെ സ്വന്തം സമ്പാദ്യം തന്നെയാണ് എല്ലാം. കോവിഡ് കാലത്ത് അവന് ഞങ്ങളുടെ ഒരു ഷോപ്പിൽ കയറി നിന്നിരുന്നു. അവിടെ നിന്ന് ഉണ്ടാക്കിയ 1 ലക്ഷം രൂപയുടെ സമ്പാദ്യം കൊണ്ട് ഒരു ഹൈടെക് കൂട് നിർമ്മിച്ചു കൊടുത്താണ്. ഇപ്പോൾ അവന് കൂടുതൽ താല്പര്യമുണ്ട്. ഇവന് സാമ്പത്തികമായിട്ട് അതിൽക്കൊന്നും ഒന്നും ചോദിക്കില്ല, എല്ലാം ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്യില്ല. അവനറിയാതെ അവനുണ്ടാക്കിയ പൈസയെന്ന് ഞങ്ങൾ ഞങ്ങളുടെ സംരംഭത്തിന് കൂടി ഉപയോഗിച്ചത് മാത്രം. ഇപ്പോൾ ഈ വലിയ പെരുന്നാൾക്ക് ഒരു 22,000 രൂപയുടെ ആടിനെ വിറ്റു. പൈസ ഇവിടെ വെച്ചിരുന്നു എന്തെങ്കിലും അവന് വേണ്ടി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞങ്ങളെ ഫാമിൻ്റെ പണി തുടങ്ങിയപ്പോൾ പൈസ തികയാണ്ട് വന്നപ്പോൾ ആ പൈസയും ഞങ്ങൾ ആ ഫാമിന് വേണ്ടിയിട്ടാണ് ചിലവഴിച്ചത്. അപ്പോൾ കൃഷി ഒരു മോശപ്പെട്ട ഇതല്ല. കാരണം മമ്മൂട്ടി ഒരു ഇതിൽ പറഞ്ഞ പോലെ മറ്റുള്ളവരെ അന്നം മുട്ടിക്കുന്നവരാണല്ലോ കർഷകർ, അല്ലേ? അവർ ചെളി ചവിട്ടിയാലേ നമുക്ക് ചോറിൽ കൈവെക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ ആ ഒരു സന്ദേശം വലിയൊരു സന്ദേശമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഫൈസാനിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെയാണ് പഠനം, എന്താവണം എന്ന് ആഗ്രഹം? പഠനം നമ്മൾ +2 ആണ്, ഇപ്പോൾ കൊമേഴ്സിലാണ് പഠിക്കണേ. ഇനി +2 കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രി എടുക്കും. അപ്പോൾ അതിന് കൊമേഴ്സാണ് പഠിച്ചത്. അപ്പോൾ അതിനനുസരിച്ചുള്ളത് കോഴ്സായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായും നമ്മുടെ ഫൈസാൻ ഈ കാർഷിക രംഗത്തും പിന്നെ അവൻ്റെ പഠന രംഗത്തും കൂടുതൽ മുന്നേറട്ടെന്ന് ആശംസിക്കാം. കേരള വിഷന് വേണ്ടി പ്രകാശ് പോക്കാട്ട്.